ഗുഡ് ഈവനിങ് എവരി വൺ. ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, എൻ്റെ വോയിസ് കേൾക്കാമോ? വോയിസ് ഓഡിബിൾ ആണോ? ആ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് ഓർ നോ ടൈപ്പ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഫൈൻ. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ കാണിക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ഡേ 3 എന്നാണ്. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ശ്രീലക്ഷ്മി മാമിന് ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാം നിങ്ങളുടെ ഗ്രൂപ്പിലോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തു തരും. നിങ്ങൾക്ക് വല്ല ഗ്രൂപ്പും ഉണ്ടെങ്കിൽ നിങ്ങളത് അതിൽ എന്നെയും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഓക്കെ ആഡ് ചെയ്യാം, പറയാം. ഓക്കെ. അപ്പോൾ എന്നെയും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് നിങ്ങൾക്ക് തന്നെ അയക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഡേ 3 നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, ആദ്യത്തെ ദിവസം പഠിച്ചിരുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും, രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിച്ചത് മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ, മന്ത്ലി ആനലൈസ്ഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുമാണ്. ഇനിയും കുറച്ചും കൂടി റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ഒരു മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കാൻ 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഷാർപ്പ് റേഷ്യോ. ഫോർമുല പഠിക്കണം, വേറെ മാർഗമല്ല. രണ്ടാമത്തത് ട്രെയിനേഴ്സ് റേഷ്യോ ആൻഡ് തേർഡ് വൺ ജെൻസൺസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുലയാണ്. അപ്പൊ ഷാർപ്പ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് RP മൈനസ് RF ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ ഇതിൽ വേണ്ട ഡാറ്റാസ് കംപ്ലീറ്റ് തന്നിട്ടുണ്ടാവും. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, വേണ്ട ഡാറ്റാസ് എല്ലാം തന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ RP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ആണ്. വളരെ റെയർ ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻസിൽ നമുക്ക് റിട്ടേൺ തരില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ആനലൈസ്ഡ് റിട്ടേൺ ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ബട്ട് 99% ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ബോണ്ടുകളോ ഡിബഞ്ചറുകളോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ റിസ്ക് ഫ്രീ ആയിട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ്, മിനിമം ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും, അതിന്റെ വാല്യൂ കുറയില്ല. ഷെയർ ഒന്നും ഒരിക്കലും നമ്മൾ റിസ്ക് ഫ്രീ ആണെന്ന് പറയില്ല, ഷെയർ റിസ്ക് ഉള്ളതാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി, ഗവൺമെന്റിന്റെ ബോണ്ട്, UTIയുടെ ബോണ്ട് തുടങ്ങിയ ഐറ്റംസ് ആണ് റിസ്ക് ഫ്രീ. എനിവേ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ അതും തന്നിട്ടുണ്ടാവും. ചില കേസിൽ വേരിയൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. വേരിയൻസിന്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കമന്റും കൂടി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ആ പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും കൂടി പറയാറുണ്ട്. അപ്പൊ ഷാർപ്പ് റേഷ്യോക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഷാർപ്പ് റേഷ്യോ ഒറ്റയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആനലൈസ്ഡ് റിട്ടേൺ ആണെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോസിറ്റീവ് ആണെങ്കിൽ നല്ലത്, നെഗറ്റീവ് ആണെങ്കിൽ മോശമാണെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ പെർഫോമൻസ് നല്ലതാണോ അല്ലേ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു ഐറ്റത്തിനായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ സെയിം തന്നെയാണ് ഷാർപ്പ് റേഷ്യോ. ഓവറോൾ പോർട്ട്ഫോളിയോയുടെ മെഷർ ചെയ്യാം, പക്ഷെ അത് വേറൊരു പോർട്ട്ഫോളിയോട് കമ്പയർ ചെയ്യണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് റേഷ്യോയുടെ ആൻസർ വെച്ചിട്ട് നമുക്ക് പോർട്ട്ഫോളിയോ നല്ലതാണോ അല്ലേന്ന് പറയാൻ പറ്റില്ല, വേറൊരു പോർട്ട്ഫോളിയോ എടുത്തിട്ട് കമ്പയർ ചെയ്യണം. നെക്സ്റ്റ് വൺ ട്രെയിനേഴ്സ് റേഷ്യോ ആണ്. ആൾമോസ്റ്റ് സെയിം ആണ് ഫോർമുല. RP റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് RF റിട്ടേൺ, റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ. ഇതിന് ബീറ്റ തുടങ്ങുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ബീറ്റ എന്താണെന്ന് അറിയോ? ബീറ്റ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ബീറ്റ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേഞ്ചിനെ കാണിക്കുന്നതാണ് ബീറ്റ. എന്തിന്റെ ചേഞ്ച്? നമ്മുടെ മാർക്കറ്റിൽ ഒരു ചേഞ്ച് നടക്കുന്നു. മാർക്കറ്റിൽ എത്രത്തോളം നമ്മുടെ ഈ പോർട്ട്ഫോളിയോ ഇൻഡെക്സുമായി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ബീറ്റ. സെൻസിറ്റിവിറ്റി ഓഫ് ഇൻഡെക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഇത്ര കൂടുന്നു, അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതെന്ത് എഫക്റ്റ് ഉണ്ടാക്കും, അതാണ് ബീറ്റ. ബീറ്റയും 99% കേസിൽ ബീറ്റ തന്നിട്ടുണ്ടാവും. ചില അപൂർവം ചില കേസുകളിൽ ബീറ്റ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ബീറ്റ കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുല ഉണ്ട്, നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. നെക്സ്റ്റ് ജെൻസൺസ് ആൽഫയാണ്. ജെൻസൺസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റിട്ടേൺ ലെസ് റിട്ടേൺ അണ്ടർ CAPM മോഡലാണ്.
ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിന്റെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് 3 മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ ബീറ്റ കണ്ടുപിടിക്കേണ്ടി വരും, പിന്നെ CAPM കണ്ടുപിടിക്കേണ്ടി വരും. പ്ലസ് ഇന്റർമീഡിയറ്റിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം എങ്ങനെയാണ് CAPM മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് വായിക്കൂ. Okay. The first question, following information is available regarding 4 mutual fund. Mutual fund A, B, C, D. Return തന്നിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 99% കേസിലും ബീറ്റ തരും, ബീറ്റ തന്നിട്ടുണ്ട്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 10%, ഫേസ് വാല്യൂ ₹100 ആണെന്ന് തന്നിട്ടുണ്ട്. Evaluate the performance of this mutual fund using ഷാർപ്പ് റേഷ്യോ ആൻഡ് ട്രെനേഴ്സ് റേഷ്യോ. അവിടെ നിർത്തിയില്ല അവര്. ആൻഡ് എന്ത് പറഞ്ഞു? കമന്റ് ഓൺ ഇവാലുവേഷൻ ആഫ്റ്റർ റാങ്കിങ് ദി ഫണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവാലുവേഷനൊക്കെ അങ്ങനെ നമ്മൾ പഠിക്കുക ചെയ്യുക. കുറെ തിയറി പഠിക്കേണ്ട ആവശ്യമില്ല, വേണ്ട തിയറി മാത്രം പഠിച്ചു വെക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ മൈക്രോസോഫ്റ്റ് OneNote ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഒന്നിൽ തുടങ്ങാൻ ലേറ്റ് ആയത്. അപ്പോൾ നെറ്റ് ഇഷ്യൂസ് ഉള്ളത് കാരണം ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഷാർപ്പ് റേഷ്യോ വെച്ചിട്ട് നോക്കാനും, പിന്നെ രണ്ടാമത് പറയുന്നത് ടെനറിന്റെ റേഷ്യോ വെച്ചിട്ട് നോക്കാനുമാണ്. അപ്പൊ ഷാർപ്പ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ചു. ഷാർപ്പ് റേഷ്യോ ഈക്വൽ ടു, ഫോർമുല എന്ന് പറയുന്നത് RP റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് RF റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ഇതെന്തൊക്കെയാന്നുള്ളത് എഴുതി കൊടുക്കുന്ന എക്സാമിനർക്ക്. RP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു ഇക്വേഷൻ കാണിച്ചിട്ട് ഇത് എന്താന്ന് പറഞ്ഞു കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ആൻഡ് ഇവിടെ തന്നെ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ നമുക്കിത്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തത് ട്രെയിനറിന്റെ റേഷ്യോ കൂടിയും കാണിക്കുന്നുണ്ട്. ട്രെയിനറിന്റെ റേഷ്യോ കൂടിയും കാണിക്കുന്നുണ്ട്. ട്രെയിനേഴ്സ് റേഷ്യോ ഫോർമുല ആൾമോസ്റ്റ് സെയിം ആണ്. RP മൈനസ് RF ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡിവൈഡർ ഉണ്ട്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഇത് മാത്രം എന്താണെന്ന് സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ സെപ്പറേറ്റും കാണിക്കാം, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. മ്യൂച്വൽ ഫണ്ട് A, B, C, D. ഷാർപ്പ് റേഷ്യോ, ഷാർപ്പിന്റെ റേഷ്യോ പ്രകാരമുള്ള റാങ്കിങ്. ഓക്കെ, ഇപ്പൊ ഷാർപ്പ് റേഷ്യോ RP മൈനസ് RF ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ റിട്ടേൺ 12 മൈനസ് RF 10 ആണ്. അപ്പൊ റിട്ടേൺ 12 മൈനസ് 10 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 ഈക്വൽ ടു
ബിയുടേത് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ 16 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 22 ആണ്. അപ്പോൾ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ 10 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 22 ഈക്വൽ ടു സിയുടേത് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ 21, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 37. So 21 minus risk-free return divided by standard deviation 37. And D to the 13 minus risk-free return all through same ആയിരിക്കും 10 divided by standard deviation 24 ഉണ്ടായിരുന്നു equal to ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 divided by 15 equal to 0.13333. 6 divided by 22 equal to 0.2727. 273. 11 divided by 37 equal to 0.297. And 3 divided by 24 equal to 0.125. ഫോർമുല അറിയണം എന്നുള്ളത് മാത്രമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടും. ഇതൊന്ന് റാങ്ക് ചെയ്യുന്നുണ്ട്. റാങ്കിങ് നോക്കുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആർക്കാ കൊടുക്കുക? ഏറ്റവും കൂടുതൽ ആർക്കാണോ റിട്ടേൺ ഉള്ളത് ആൾക്ക് കൊടുക്കണം. സിക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് 0.297. അപ്പൊ സിക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നീട് കൂടുതലുള്ളത് ബിക്കാണ്, അപ്പൊ ബിക്ക് സെക്കൻഡ് റാങ്ക് കൊടുത്തു. പിന്നീട് കൂടുതലുള്ളത് എക്കാണ്, എ ആൻഡ് ഡിക്ക് ഫോർത്ത് റാങ്ക്. ഇത് ഷാർപ്പ് റേഷ്യോ ആണ്. നെക്സ്റ്റ് ഇതേ മ്യൂച്വൽ ഫണ്ട് തന്നെ നമ്മളോട് എന്തും ചോദിച്ചിട്ടുണ്ട്, ട്രെനറുടെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് എ ബി സി ഡി ട്രെയിനേഴ്സ് റേഷ്യോ ആർ പി സെയിം ആണ്, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ സെയിം ആണ്. അപ്പൊ 12 മൈനസ് 10 അവിടെ സെയിം ആയിരിക്കും. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. ബീറ്റ ഈക്വൽ ടു 0.80. ബി ഫോർമുല സെയിം ആണ്, റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ 16 മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ ബീറ്റ എടുത്താൽ മതി. ബീറ്റ ഈക്വൽ ടു 0.76. മൂന്നാമത്തത് ന്യൂമറേറ്റർ സെയിം ആണ്, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ ബീറ്റ 1.15. മൂന്നാമത്തത് 13 മൈനസ് 10 ഡിവൈഡഡ് ബൈ ബീറ്റ 1.32. 1.32. So 2 divided by 0.8 equal to 2.5. 6 divided by 0.76 equal to 7.89. 11 divided by 1.15 equal to 9.565. അപ്പോൾ റൗണ്ട് ചെയ്യുന്നു 9.57. ഇഷ്ടമുള്ള സംഖ്യയിലോട്ടൊക്കെ റൗണ്ട് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. 2.27. അപ്പോൾ വീണ്ടും റാങ്ക് ചെയ്യാണ്. റാങ്ക് ചെയ്യുമ്പോൾ സിക്ക് ഫസ്റ്റ് റാങ്ക്, ബിക്ക് സെക്കൻഡ് റാങ്ക്, എക്ക് തേർഡ് റാങ്ക് ആൻഡ് ഡിക്ക് ഫോർത്ത് റാങ്ക്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതായിരുന്നു, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ദിസ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് യൂസിങ് ഷാർപ്പ് റേഷ്യോ ആൻഡ് ട്രെനേഴ്സ് റേഷ്യോ ചെയ്തു. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, കമന്റ് ഓൺ ഇവാലുവേഷൻ ആഫ്റ്റർ റാങ്കിങ് ദ ഫണ്ട്. ഫണ്ട് നമ്മൾ റാങ്കും ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ റാങ്കിങ് ഒന്ന് നോക്കിയേ. ആ റാങ്കിങ് ഒന്ന് നോക്കൂ. റാങ്കിങ് രണ്ടിന്റെയും റാങ്കിങ് സെയിം ആണ് അല്ലെ? രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ റാങ്ക് ചെയ്തു. അപ്പൊ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് റാങ്ക് ചെയ്യുമ്പോൾ റാങ്കിങ് സെയിം ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫൈഡ് ആണ്. നമ്മൾ പറയുന്നത് എന്താണ്, മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫൈഡ് ആണ്. എന്താ ഡൈവേഴ്സിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട്. ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ടോപ്പ് കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഫണ്ട്, ബ്ലൂ ചിപ്പ്. അപ്പോൾ ടോപ്പ് 10 ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 10 ടോപ്പിലുള്ള കമ്പനി, റിലയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ പല രീതിയിലുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ, ഒന്നാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഫുൾ ഇക്വിറ്റിയിലല്ല, ഫുൾ ഡെപ്റ്റിലല്ല, രണ്ടിന്റെയും ഒരു ബാലൻസ്ഡ്, അതൊരു ഡൈവേഴ്സിഫിക്കേഷനാണ്. ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൽ മാത്രം പോരാ, ഏതെങ്കിലും ഒരു സെക്ടർ, ഗോൾഡ് അല്ലെങ്കിൽ റീറ്റെയിൽ അല്ലെങ്കിൽ ഫാർമസി, ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് വേറൊരു ഡൈവേഴ്സിഫിക്കേഷനാണ്. മാത്രമല്ല വേറെ ഈ ഷെയറുകളെ നമ്മളൊരു 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മാർക്കറ്റ്, ഇന്ത്യയിലല്ല വേൾഡിൽ എല്ലാത്തോടത്തും തന്നെ മാർക്കറ്റിലെ ഷെയർ മാർക്കറ്റിലെ കമ്പനികളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ലാർജ് ക്യാപ്പ്, 2 മിഡ് ക്യാപ്പ് ആൻഡ് മൂന്നാമത്തത് സ്മോൾ ക്യാപ്പ്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്, അതാണ് ലാർജ് ക്യാപ്പ്. എന്താ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പലരും പല അടിസ്ഥാനമാണ് പറയുന്നത്. എനിവേ 1000 കോടി മുകളിലോട്ട് ക്യാപിറ്റൽ ഉള്ള, മീൻസ് മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനീസിലെയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയാറ്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് മാറും, ബട്ട് ഇതാണ് ഏറെക്കുറെ ഒരു അംഗീകരിച്ച കാഴ്ചപ്പാട്. പിന്നെ 500 to 1000 crore മാർക്കറ്റ് വാല്യൂ ഉള്ളതിനെ നമ്മൾ മിഡ് ക്യാപ്പ് എന്നും 500 crore താഴെ ഉള്ളതിനെയാണ് സ്മോൾ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ ഏതെങ്കിലും കുഞ്ഞു കമ്പനീനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, 500 കോടി രൂപയുടെ താഴെ ഉള്ളത്. അപ്പൊ 499 കോടി മാർക്കറ്റിലെ വാല്യൂ ഉള്ള കമ്പനി ആണെങ്കിലും അതിനെ മാർക്കറ്റ് വിളിക്കുന്നത് സ്മോൾ ക്യാപ്പ് എന്നാ. സ്മോൾ ആണ്, പക്ഷെ അതിന്റെ വാല്യൂ 400-450 കോടി ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്മോൾ അല്ല, മാർക്കറ്റ് നോക്കുന്നത് ആ മാർക്കറ്റിന്റെ ഒരു റേറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഇതൊരു ഡൈവേഴ്സിഫിക്കേഷനാണ്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും, ഏത് ഡൈവേഴ്സിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും സെയിം ആണെങ്കിൽ, ഷാർപ്പും ട്രെനറും സെയിം ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്. എന്താ കൺക്ലൂഷൻ? മ്യൂച്വൽ ഫണ്ട് ഡൈവേഴ്സിഫൈഡ് ആണെന്നാണ് കൺക്ലൂഷൻ. അപ്പൊ 2 റേഷ്യോസ് ഉണ്ട്. ഇപ്പൊ 2 റേഷ്യോസും റാങ്ക് ബോത്ത് ഇൻ സെയിം ആണ്. അപ്പൊ ഒരു കൺക്ലൂഷൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ചോദിച്ചിട്ടുണ്ട്, കമന്റ് ഓൺ ഇവാലുവേഷൻ. അപ്പൊ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ കമന്റ് ചെയ്യുന്നു. കമന്റ് എന്താണ്? റാങ്ക് ഇൻ ബോത്ത് മെത്തേഡ്സ് ആർ സെയിം. Rank in both methods are same. Therefore, mutual fund, MF നേടുന്നതിന്റെ mutual fund is well diversified. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ, ഈസി ആണ്. ഇതാകെ ഓർത്ത് വെക്കണം. SFMന്റെ ഒരു പ്രശ്നം ഇതാണ്, നിങ്ങളുടെ സിലബസ് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഓർത്ത് വെക്കലാണ് ഇതിന്റെ ഒരു പണി. ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഏരിയാസിൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, പാസ്സാവാം. മ്യൂച്വൽ ഫണ്ട് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളോട് ചോദിക്കാറ്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ സെക്കൻഡ് വൺ തീർന്നോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ? തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. യെസ്, ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ. ഒരു മിനിറ്റ്, ചെറിയൊരു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. Following information is available regarding 6 portfolio A, B, C, D, E, F. Market risk പിന്നെ ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്, ആവറേജ് ആനുവൽ റിട്ടേൺ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? കോറിലേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്,
റാങ്ക് ദിസ് പോർട്ട്ഫോളിയോ യൂസിങ് ഷാർപ്പ് മെത്തേഡ് ആൻഡ് ട്രെനർ മെത്തേഡ്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ ദ റാങ്കിങ് ആൻഡ് എക്സ്പ്ലെയിൻ റീസൺസ് ബിഹൈൻഡ് ദ ഡിഫറൻസ്. അതിന് 2 മാർക്ക്. 2014 ജൂണിൽ ചോദിച്ചതാണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് നമ്മൾ ഷാർപ്പ് മെത്തേഡും ട്രെനർ മെത്തേഡും പ്രകാരം, ട്രെയിനേഴ്സ് മെത്തേഡും പ്രകാരമുള്ള ആൻസർ കണ്ടുപിടിക്കാനും. റാങ്കിങ്ങിന് 1 മാർക്ക് കിട്ടും. ആ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. റീസൺ ഇങ്ങനെ പഠിച്ചാൽ മതിയെ, അതല്ലാതെ കുറെ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നുമില്ലാത്ത രീതിയിലായിരിക്കും. അപ്പൊ ഇവരെങ്ങനെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള രീതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ABCDEF ആദ്യം നമ്മൾ ഷാർപ്പ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഷാർപ്പ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? ഒന്ന് RP വേണം, റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ. പ്രശ്നമല്ല, തന്നിട്ടുണ്ട്. ഇതാണ് RP, ആവറേജ് ആനുവൽ റിട്ടേൺ തന്നിട്ടുണ്ട്. RP തന്നിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി. പിന്നെ എന്ത് വേണം? RF വേണം, റിസ്ക് ഫ്രീ റേറ്റ് അറിയണം. അത് തന്നിട്ടുണ്ട്. ഫ്രീ റേറ്റ് അതൊന്ന് തലതിരിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൂ. ഫ്രീ റേറ്റ്, മാർക്കറ്റ് റിസ്ക് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് RF അറിഞ്ഞാൽ മതി. റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട് 9. ഓക്കെ, അപ്പൊ ഷാർപ്പ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ എന്താ അറിയണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താ അറിയണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഈസി ആയിട്ട് ചെയ്യാം, ഷാർപ്പിന്റെ മെത്തേഡ്. ഷാർപ്സ് മെത്തേഡ്, റിട്ടേൺ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു RP മൈനസ് RF ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് P. RP ഈക്വൽ ടു റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ RF equal to risk-free return and standard deviation of P equal to standard deviation of portfolio. Standard deviation of portfolio. Okay. നെക്സ്റ്റ്, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിരുന്നു ABCDEF. മ്യൂച്വൽ ഫണ്ട് ABCDEF. ഇപ്പൊ ഷാർപ്പ് റേഷ്യോ ഈക്വൽ ടു RP return on portfolio 22 minus risk-free return 9. 22 minus 9 divided by standard deviation 21.2. Next, B is 18.6 minus 9 divided by standard deviation 26. Third one, 14.8 standard deviation 18 ആണ്. 14.8 minus 9 divided by standard deviation 18. D യുടെ 15.1 standard deviation 8 ആണ്. Return of portfolio 15.1, risk free return same ആണ്, minus 9 divided by 8. E യുടെ 26.5 19.3 ആണ് standard deviation. 26.5 minus 9 divided by 19.3. And last one, performance of F നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവിൽ എടുത്താൽ മതി. -9 minus 9 divided by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളത് 4 ആണ്. 4. Okay. So 3 divided by 21.2 equal to 0.142. 22 minus 9 ആണ് 13 ആണ്. 13 divided by
21.2 equal to 0.613. Second one, 18.6 minus 9 divided by 26, 0.369. Next, 14.8 minus 9 divided by 18, 0.32222. Next one, 15.1 minus 9 divided by 8, 0.7625. Next one, 26.5 minus 9 divided by 19.3 equal to 0.907. And ഇവിടെ ശ്രദ്ധിക്കണേ, -9 minus 18 ആവും, ഡിവൈഡഡ് ബൈ 4, അപ്പൊ ആൻസർ 4.5 ആയിരിക്കും, ബട്ട് അത് നെഗറ്റീവിലായിരിക്കും. ഓക്കെ, -9 minus 18 ആവും, റിട്ടേൺ -9 ആ, നെഗറ്റീവ്. അപ്പൊ -9 മൈനസ് -9, മൈനസും മൈനസും പ്ലസ് ആവും, -18 ഡിവൈഡഡ് ബൈ 4, ആൻസർ കിട്ടുന്നത് -4.5 ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ ഇ ആയിരിക്കും ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. ഇക്ക് 0.907 ഉണ്ട്, ഫസ്റ്റ് റാങ്ക് ഇനാണ്. പിന്നീട് സെക്കൻഡ് റാങ്ക് ഡി ആണ്, 0.7625. പിന്നെ തേർഡ് റാങ്ക് എക്കാണ്. പിന്നീട് വരുന്ന റാങ്ക് ബിക്കാണ്, ഫോർത്ത് റാങ്ക് ബിക്കാണ്. പിന്നെ വരുന്ന 0.3222 ആണ്, അത് ഫിഫ്ത്ത് സിക്കും. ആൻഡ് നെഗറ്റീവ് ആണ്, അപ്പൊ ഏറ്റവും ലാസ്റ്റില് 6 വരും. സർ 4.5 ഇല്ലേ? -4.5 ആണ്. ഇപ്പൊ റാങ്കിങ് ഇങ്ങനെയാണ്. ഇക്ക് ഫസ്റ്റ് റാങ്ക്, ഡിക്ക് സെക്കൻഡ് റാങ്ക്, എക്ക് തേർഡ് റാങ്ക്, ബിക്ക് ഫോർത്ത്, സിക്ക് ഫിഫ്ത്ത്, ആൻഡ് ലാസ്റ്റ് 6th റാങ്ക് എഫിന്. ഓക്കെ, ഇപ്പൊ ഷാർപ്പർ റേഷ്യോ കഴിഞ്ഞു. ഇനി ട്രെനേഴ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ട്രെനേഴ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ആൾമോസ്റ്റ് ഫിഗേഴ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് നമുക്ക്. കാരണം ട്രെനേഴ്സിനും RP മൈനസ് R5 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം ബീറ്റ ആണെന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ ഇനി ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. നമുക്ക് ക്വസ്റ്റ്യനില് ബീറ്റ തന്നിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനില് ബീറ്റ തന്നിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ ബീറ്റ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബീറ്റ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ബീറ്റ തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ബീറ്റ കണ്ടുപിടിക്കണം. ബീറ്റ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, അത് ഞാൻ പറഞ്ഞ ചില ക്വസ്റ്റ്യൻസിൽ ബീറ്റ ഉണ്ടാവില്ല, അപ്പൊ ബീറ്റ കണ്ടുപിടിക്കണം. അപ്പൊ ബീറ്റ കണ്ടുപിടിക്കുന്ന ഫോർമുല ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ബീറ്റ ഈക്വൽ ടു കോറിലേഷൻ. കോറിലേഷൻ ഞാൻ R എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. കോറിലേഷൻ മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഷെയർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ആണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോൾ മാർക്കറ്റ് റിസ്കിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ആ ഫോർമുല ഒന്നും കൂടി എഴുതുന്നുണ്ട്. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഞാൻ ഇവിടെ തന്നെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ബീറ്റ ഈക്വൽ ടു കോറിലേഷൻ മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ശരിക്കും പറഞ്ഞാൽ ഷെയർ ആണ്, ബട്ട് ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എയുടെ ബീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു കോറിലേഷൻ 0.70 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് 21.2 ആണ്. ഡിവൈഡഡ് ബൈ മാർക്കറ്റിലെ റിസ്ക് 12 ആണ്. നെക്സ്റ്റ് വൺ ബിയുടേത് വരുന്നത് കോറിലേഷൻ 0.80 മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആ പർട്ടിക്കുലർ ഐറ്റം ബി 26 ഡിവൈഡഡ് ബൈ മാർക്കറ്റിലെ റിസ്ക് എല്ലാം 12 തന്നെയാണ്. സിയുടേത് ബീറ്റ എന്ന് പറയുന്നത് കോറിലേഷൻ 0.62 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18
ഡിവൈഡഡ് ബൈ 12 ആണ്. ഡിയുടേത് കോറിലേഷൻ 0.95 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 12. നെക്സ്റ്റ് ഇയുടേത് 0.65 കോറിലേഷൻ multiplied by 19.3 divided by 12 and correlation 0.42 into 4 divided by 12. ഇപ്പോൾ എയുടെ ബീറ്റ എന്ന് പറയുന്നത് 0.7 into 21.2 divided by 12 equal to 1.2366 something, 1.237. 1.237. ബിയുടെ ബീറ്റ എന്ന് പറയുന്നത് 0.8 into 26 divided by 12 ആണ്, ഈക്വൽ ടു 1.7333. ബിയുടെ ബീറ്റ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് എയുടെ ബീറ്റ 1.237 ബീറ്റ, ബിയുടെ ബീറ്റ 1.7333, സിയുടെ ബീറ്റ 0.62 correlation multiplied by 18 divided by 12 equal to 0.93. Dയുടെ ബീറ്റ 0.95 into 8 divided by 12 equal to 0.633. Eയുടെ ബീറ്റ 0.65 into 19.3 divided by 12, 1.045. And last one, 0.42 into 4 by 3 equal to 0.14. ഇപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഡാറ്റയും കിട്ടി, ബീറ്റ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു 30 അല്ലെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കൂ. തീർന്നു കഴിഞ്ഞാൽ ഡൺ എന്ന് പറയണേ. പിന്നെ നമുക്ക് ട്രെയിനർ ചെയ്യാനുണ്ട്. അപ്പൊ തീർന്നു കഴിഞ്ഞാൽ ഡൺ എന്ന് പറയണേ. ഓക്കെ, ഡൺ. നമുക്ക് ട്രെയിനർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫിഗേഴ്സ് കിട്ടി. ട്രെയിനർ ഈക്വൽ ടു ട്രെയിനേഴ്സ് റേഷ്യോ. ഫോർമുല സെയിം ആണ്, ആർ പി മൈനസ് ആർ എഫ് എഫ്. ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്ററിൽ ഒരു ബീറ്റ കയറി വരും എന്നുള്ളത് മാത്രം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എല്ലാ ഫിഗേഴ്സും ആൾമോസ്റ്റ് എടുക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് എ 22 മൈനസ് 9 സെയിം ആണ്, ആർ പി മൈനസ് ആർ എഫ് സെയിം ആണ്. ഡിവൈഡഡ് ബൈ ബീറ്റ ചേഞ്ച് ചെയ്യണം 1.237. ബി ന്യൂമറേറ്റർ സെയിം ആയിരിക്കും, 18.6 മൈനസ് 9 divided by beta. Divided by beta 1.7333. C 14.8 minus 9 divided by beta 0.93. 0.93. D 15.1 minus 9 divided by D the beta 0.633. E 26.5 minus 9
divided by beta, യുടെ ബീറ്റ 1.045 f -9 divided by f ന്റെ ബീറ്റ 0.14 ആ തോന്നുന്നു 0.14. So equal to, so 22.9 divided by 1.237 equal to 10.509. 8.6 minus 9 divided by 1.733 equal to 5.539. 5395 ആണ് 540 ആക്കാം. 14.8 minus 9 divided by 0.93 equal to 6.237. 15.1 minus 9 divided by 0.633 equal to 9.636. 7 ആക്കാം. 9.637. 26.5 minus 9 divided by 1.045 equal to 16.746. And last one, minus 18 divided by 0.14 equal to minus 128.571. Okay. ഇപ്പോൾ റാങ്ക് ചെയ്യുന്നു. ഇപ്പൊ റാങ്ക് ചെയ്യുമ്പോൾ ഇക്കാണ് ഫസ്റ്റ് റാങ്ക്, പിന്നീട് എക്കാണ് സെക്കൻഡ് റാങ്ക്, ഡിക്ക് തേർഡ് റാങ്ക്, സിക്ക് ഫോർത്ത് റാങ്ക്, ബിക്ക് ഫിഫ്ത്ത് റാങ്ക് ആൻഡ് എഫിന് സിക്സ്ത് റാങ്ക്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇനി കമ്പയർ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ, കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തന്നെയാണ് ഫസ്റ്റ് റാങ്ക് ഉള്ളത്. ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. സെക്കൻഡ് റാങ്ക് ഷാർപ്പില് ഡിക്കും, പക്ഷെ ഇതിൽ സെക്കൻഡ് റാങ്ക് എക്കാണ്. അപ്പൊ സെക്കൻഡ് റാങ്കിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സെക്കൻഡ് റാങ്ക് ഷാർപ്പിന് ഡിയും ഇവിടെ എയും ആണ്. നെക്സ്റ്റ് തേർഡ് റാങ്ക്. തേർഡ് റാങ്ക് ഇവിടെ ഡി ആണ്, ട്രെയിനറിൽ ഡി ആണ്, അവിടെ എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിയും അവിടെ എയും എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് മാറിയിട്ടുണ്ട്. അവിടെയും തീർന്നില്ല. ട്രെയിനറിൽ ബി 5ാം സ്ഥാനത്താണ്, ഇവിടെ ബി 4ാം സ്ഥാനത്താണ്. ആൻഡ് ട്രെയിനറിൽ ഇത് സി 4 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ എന്താ സംഭവിച്ചത്? രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. 4ാം സ്ഥാനക്കാരും 5ാം സ്ഥാനക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. ഫസ്റ്റ് പൊസിഷനിലുള്ള ഷെയറും ലാസ്റ്റ് പൊസിഷനിലുള്ള ഷെയറും അതേപോലെ തന്നെ ഉണ്ട്. അത് എന്താ നോക്കണം, എന്താണ് അതിന്റെ റീസൺ എന്ന് നോക്കണം. റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൺ ഇതാണ്, കോറിലേഷൻ എഫക്റ്റ് ആണ്. എന്താ ഈ കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോ റിലേഷൻ ആണ്. അപ്പൊ റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എന്തിന്റെ റിലേഷനാണ് നോക്കുന്നത്? റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഇൻഡെക്സ് മാറുന്നതനുസരിച്ച് എത്രത്തോളം മാർക്കറ്റിനോട് സെൻസിറ്റീവ് ആണ് നമ്മുടെ ഷെയർസ് അല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. പലപ്പോഴും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ കുതിച്ചുയരുമ്പോൾ മാർക്കറ്റും കുതിച്ചുയരാറുണ്ട്. അതെന്തുകൊണ്ടാ? ഹൈലി കോറിലേറ്റഡാ. ഹൈലി കോറിലേറ്റഡാ. റിലയൻസും മാർക്കറ്റും ഹൈലി കോറിലേറ്റഡാ. എന്തുകൊണ്ടാ? റിലയൻസ് ഹൈലി ഷെയർ ഉള്ള ഓർഗനൈസേഷൻ ആണ്, നല്ല ഷെയർ ഉള്ള ഇതാണ്. അപ്പൊ റിലയൻസിന്റെ ഇതുണ്ടെങ്കിൽ കോറിലേഷൻ ആണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പക്ഷേ ഷെയർ എന്നല്ല അങ്ങോട്ട് പറയാറ്, മാർക്കറ്റ് എന്ന് തിരിച്ചാ പറയാം. അപ്പൊ മാർക്കറ്റ് കൂടുന്നു, മാർക്കറ്റ് 10% കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളും 10% കൂടുകയാണെങ്കിൽ, നമ്മുടെ ഷെയറും 10% കൂടുകയാണെങ്കിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡാ. പോസിറ്റീവ്ലി കോറിലേറ്റഡാ. മാർക്കറ്റ് കൂടുന്നു, നമ്മളും കൂടുന്നു.
പക്ഷെ മാർക്കറ്റ് കൂടുന്നു, നമ്മുടെ ഷെയർ പ്രൈസ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ, ഓപ്പോസിറ്റ് ആണ് പോകുന്നതെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ ഈ ട്രെയിനർ റേഷ്യോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ട്രെയിനർ റേഷ്യോയുടെ പ്രത്യേകത? ബീറ്റ നോക്കുന്നേ. എന്താ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ സെൻസിറ്റീവ് ഈസ് അവർ ഷെയർസ് ടുവേർഡ്സ് മാർക്കറ്റ് എന്നാണ്. മാർക്കറ്റിലെ ചേഞ്ചിന് എത്രത്തോളം നമ്മുടെ ഷെയർസ് സെൻസിറ്റീവ് ആണെന്നാണ് ട്രെയിനർ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഇപ്പൊ കോറിലേഷനിൽ ഷാർപ്പ് ഇൻഡെക്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ നോക്കുന്നേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ നോക്കുന്നേ ഉള്ളൂ. പക്ഷെ ട്രെയിനറിൽ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? കോറിലേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെ തമ്മില്? മാർക്കറ്റും നമ്മുടെ ഷെയറും തമ്മില്. അപ്പോ ഹൈലി കോറിലേഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ബീറ്റ ഒക്കെ കണ്ടില്ലേ? ബീറ്റ, ഇനി ബീറ്റയും കൂടി വാല്യൂ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ബീറ്റ 10.509 ആണ് നമ്മുടെ ബീറ്റ 10 പോയിന്റ് അല്ല, ബീറ്റ എടുത്തേ, ബീറ്റ 1.733 ഒക്കെയാണ്. ബീറ്റ അത്ര 1.733 ഒക്കെ ആണ് വരുന്നതെങ്കിൽ ഗ്രേറ്റർ കോറിലേഷൻ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ കൂടുതലാണ്. മാർക്കറ്റിനോട് നമ്മളുടെ ഷെയർ ഭയങ്കരമായിട്ട് കോറിലേറ്റഡ് ആണ്. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് നോക്കണേ. നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇതിൽ ഏറ്റവും കോറിലേഷൻ ആർക്കാ? ഇപ്പൊ ബിക്ക് 1.733 ഉണ്ട്. അപ്പൊ നമ്മൾ ഏതിൽ നോക്കി? ഷാർപ്പിന്റെ റേഷ്യോയില് ബി നോക്കി. ഷാർപ്പിന്റെ റേഷ്യോയില് ബിയുടെ പൊസിഷൻ എത്രയാ? 4. ട്രെയിനറിൽ ബിയുടെ പൊസിഷൻ എത്രയാ? 5. ട്രെയിനറിൽ ബിയുടെ പൊസിഷൻ 5. ഓക്കെ, അപ്പൊ ബീനെ ഒന്ന് ഓർത്ത് വെക്കണേ. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കും അനാലിസിസ്. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ആർക്കാ? എക്കാണ്. എക്ക് എത്ര ഉണ്ട്? 1.237 ഉണ്ട്. അപ്പൊ ഷാർപ്പില് എയുടെ സ്ഥാനം എത്രയാ? 3-ാം സ്ഥാനം. 3-ാം സ്ഥാനം. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ എത്ര വരുന്നു? 2-ാം സ്ഥാനം വരുന്നു. അപ്പൊ കോറിലേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന റേഷ്യോസ് വരുന്നത്. അപ്പൊ അതങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഹൈലി കോറിലേഷൻ പറയാൻ പറ്റില്ല. അപ്പൊ ട്രെയിനറിൽ എന്തുണ്ട്? മാർക്കറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഷാർപ്പിൽ അതില്ല. മെയിൻ റീസൺ എന്താ? ബീറ്റ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. ബീറ്റ ഓഫ് മാർക്കറ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ടെനറിൽ നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? പോർട്ട്ഫോളിയോയുടെ ഡീവിയേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മാർക്കറ്റിന്റെ ഡീവിയേഷൻ കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റിന്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബീറ്റ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല കോറിലേഷൻ ഉണ്ടെങ്കിൽ ബീറ്റ വാല്യൂ കൂടുതലായിരിക്കും. ബീറ്റ വാല്യൂ കൂടുതലാണെങ്കിൽ ട്രെനറിൽ ചിലപ്പോൾ അത് പോയിന്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു എഫക്റ്റ് കാരണമാണ് ബി ആൻഡ് ഡിയും 4 and 2 ഉണ്ടായിരുന്നത് കുറഞ്ഞത്. അതേപോലെ തന്നെ എ ആൻഡ് സിയുടെ പൊസിഷൻ ട്രെനറിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ കൂടാം കുറയാം. ഓക്കെ, അപ്പൊ ഒന്ന് ആൻസർ എഴുതി വെക്കൂ. ആൻസർ ചെയ്തു. കമ്പാരിസൺ ആൻഡ് റീസൺസ് ഫോർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചത് കമ്പയർ ദ റാങ്കിങ്, അത് കഴിഞ്ഞു. എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ഡിഫറൻസസ്. അപ്പൊ ഒരു ഹെഡിങ് ഇട്ടിട്ട് റീസൺസ് ബിഹൈൻഡ് ഡിഫറൻസസ് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം. റീസൺ ബിഹൈൻഡ് ഡിഫറൻസ്. Okay, the first point, sharp index consider only standard deviation. Sharp index considers only standard deviation of portfolio. Sharp index consider only standard deviation of portfolio. Standard deviation of portfolio എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ എക്സാമിനേഷൻ അല്ല, ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇട്ടാൽ മതി. Sharp index consider only standard deviation of portfolio. Second point, trainer consider, whereas trainer sharp they consider ചെയ്യുന്നുള്ളൂ, whereas trainer considers standard deviation of market and correlation. Whereas trainer considers standard deviation of market and correlation. അപ്പോൾ it is due to this correlation effect. It is due to this correlation effect. ആർക്കൊക്കെ നഷ്ടം പറ്റിയത്? ബി ഷാർപ്പില് 4 ഉണ്ടായിരുന്നു, അത് 5-ാം സ്ഥാനത്തോട്ട് പോയി. This is അല്ല, okay. It is due to correlation effect. It is due to correlation effect. Mutual fund B, which was ranked 4 in Sharpe ratio. Mutual fund B,
which was ranked 4th in Sharpe ratio, was pushed to rank 5, was pushed to rank 5 or became rank 5. Rank 5. ഇപ്പൊ 4 ഉള്ളത് 5 ആയി. ഇനി അടുത്ത ബിഗ് ലോസ് ആർക്കായിരുന്നു? അടുത്ത ബിഗ് ലോസ് വന്നത് ഡി 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തിലെത്തി. Similarly, D rank 2 in Sharpe, became rank 3 in trainer. And A rank 3 in Sharpe, became rank 2 in trainer. A rank 3 in Sharpe became rank 2 in trainer. Okay, so full stop it. All of this is due to correlation effect. അപ്പോൾ അവർക്ക് ആ correlation effect എന്ന് കണ്ടാൽ മതി. അവർക്ക് 3 പോയിന്റ് കാണണ്ടേ ഉള്ളൂ. ഷാർപ്പില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമേ ഉള്ളൂ. മാർക്കറ്റിനോട് ഒരു കമ്പാരിസണും വരുന്നില്ല. പക്ഷെ ട്രെയിനറിൽ മാർക്കറ്റിനോട് കമ്പാരിസൺ വരുന്നുണ്ട്. മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുന്നു, അതേപോലെ തന്നെ കോറിലേഷൻ എടുക്കുന്നു. അപ്പൊ മാർക്കറ്റിനോടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോ രണ്ടിന്റെയും റാങ്ക് വ്യത്യാസം വരുന്നത് ഈ കോറിലേഷൻ കാരണമാണ്. ഇത് കണ്ടാൽ അവരെ ഹാപ്പിയാണ്. അതേപോലെ രണ്ടും സെയിം ആണെങ്കിൽ നമ്മളോട് കമന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? രണ്ടും സെയിം ആണ്. അപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ വെൽ ഡൈവേഴ്സിഫൈഡ് ആണ്. എന്തുകൊണ്ടാ? ഇനി ഒന്ന് പറഞ്ഞേ, വെൽ ഡൈവേഴ്സിഫൈഡ് ആണെങ്കിൽ ഇപ്പൊ 2 എക്സാമ്പിൾ പറയാം, 2-3 എക്സാമ്പിൾ പറയാം. ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇൻവെസ്റ്റ് ആണ്, ട്രേഡർ അല്ല. എൻ്റെ അച്ഛനും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 അനിയന്മാരും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അനിയൻ്റെത് 50% ലോസാണ്, ഹെവി ലോസ് ആണ്. 50% ലോസ് ആണ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 50,000 രൂപയുള്ളൂ. അതിന്റെ റീസൺ എന്താ? അവന് 3 ഷെയറിലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, വെറും 3 ഷെയറിൽ. അപ്പൊ 3 ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 ഷെയറിൽ, അപ്പൊ അവന്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുണ്ട്, മിക്കവാറും അനൂപ് സർ എടുക്കുന്നുണ്ടാവും. അവന്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 3 ഷെയറാണ്. അപ്പൊ ആ 3 ഷെയറിന്റെ പെർഫോമൻസ് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ പോർട്ട്ഫോളിയോ, അവന്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ഡൗൺ ആവും. എൻ്റെ അച്ഛനും വേറെ അനിയനും ഒരു 10 to 15 ആണ്, ഒരു 10 എങ്ങാണ്ടാണ്, 10 ഷെയർസിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പോർട്ട്ഫോളിയോയും 10 ആണ്. ഈ 10ൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ 10 ഷെയർസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ ഇടിയും. പക്ഷെ എനിക്കൊരു 30-40 ഷെയർസ് ഉണ്ട്, കമ്പനീസിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ലേ, ചെറിയ എമൗണ്ടിൽ. അപ്പൊ എൻ്റെത് വെൽ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ എനിക്ക് ലോസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 9% ആണ്. ചിലതെല്ലാം ഹൈ പ്രോഫിറ്റിലാണ്, 100%, 200%, 300% കൂടിയ ഷെയർസ് ഉണ്ട്. ബട്ട് ടോട്ടൽ നോക്കുമ്പോൾ ഇത്രയും ഇടിഞ്ഞിട്ടും എൻ്റെ ലോസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 9% ആണ്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 91,000 അവിടെ കിടക്കുന്നുണ്ട്, ഒരു 9,000 റുപ്പീസിന്റെ ഡിഫറൻസ് ആണ്. അതെന്തുകൊണ്ടാ? ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് മാറ്റി പഠിക്കും. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ചെയ്താൽ പോരെ. ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റിട്ടേൺ ചിലപ്പോൾ കുറയും. റിട്ടേൺ നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കുറയും. ഇത് നിങ്ങൾ CMA ഒക്കെ എക്സാം പഠിക്കുന്ന പോലുള്ള ഒരു സംഭവമാണ്. എന്താ സംഭവം? നിങ്ങളൊരു 3 ചാപ്റ്റർ എടുത്തു, 3 ചാപ്റ്റർ ഭയങ്കരമായിട്ട് പഠിച്ചു, 3 ചാപ്റ്റർ എടുത്തു, 3 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു. ആ 3 ചാപ്റ്ററിൽ ഹെവി ക്വസ്റ്റ്യൻസ് വന്നു, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നു. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചത് കൊണ്ട് ആ 3 ചാപ്റ്ററിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കൊട്ടക്കണക്കിന് മാർക്ക് കിട്ടും. നിങ്ങൾ പഠിച്ച ടോപ്പിക് നിന്ന് ആ 3 ചാപ്റ്ററെ പഠിച്ചുള്ളൂ, അതിന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, മാർക്ക് ഇതേ കിടക്കുന്നു താഴെ. വേറൊരു സ്റ്റുഡന്റ് എല്ലാ ചാപ്റ്ററും ആൾമോസ്റ്റ് ആവറേജ് ആയിട്ട് പഠിച്ചു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ചാപ്റ്ററിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു 50-52 മാർക്ക് സ്കോർ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് പ്രശ്നം. ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്ക് കുറയും, പക്ഷേ അതിൻ്റെ ഒപ്പം റിട്ടേണും കുറയും. ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ റിസ്ക് കൂടും. റിസ്ക് കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? റിട്ടേണും കൂടും. പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ട്രെയിനർ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? മാർക്കറ്റും കൂടെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3.
അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു കാര്യം പഠിച്ചു കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത്തിരി സിമ്പിൾ ആയിരുന്നു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തി ആണ്. 2 മാർക്ക് എക്സ്ട്രാ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോത്തിന് ക്വസ്റ്റ്യൻ കുറച്ചധികം ചെയ്യാനുണ്ടായിരുന്നു. അതിൽ കമന്റ് ചെയ്യാനും കുറച്ചധികം ഉണ്ട്, അതേപോലെ കണ്ടുപിടിക്കാനും കുറച്ചധികം ഉണ്ട്. ഒരാളെ എക്സ്ട്രാ പഠിച്ചു, ബീറ്റ എന്ന് പറഞ്ഞ ഫോർമുല പഠിച്ചു. അത് ഓർത്ത് വെക്കണേ. പല ടോപ്പിക്കിലും SFM ആ ബീറ്റ കാൽക്കുലേഷൻ പല ടോപ്പിക്കിലും വരാറുണ്ട്. ഫോർമുല ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Following particulars are furnished about mutual fund scheme P. Dividend distributed 1.75. Capital appreciation 2.97. Opening NAV 32. Beta. They get beta 1.46. Ascertain Jensen's alpha. Given Government of India bonds carry an interest rate of 6.84 and Nifty has increased by 12.13. Okay. So 1 by 1 data നമുക്ക് നോക്കാം. എന്താ ഈ ഗവൺമെന്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് ബോണ്ട് എന്തിനാ ഗവൺമെന്റ് ബോണ്ട് തരുന്നത്? ഗവൺമെന്റ് ബോണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കിട്ടി. എന്ത് കിട്ടി? റിസ്ക് ഫ്രീ റിട്ടേൺ എത്രയെന്ന് കിട്ടി. അപ്പൊ ഗവൺമെന്റിന്റെ ബോണ്ടിൽ നമുക്ക് എന്ത് പറയാം? റിസ്ക് ഫ്രീ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റം ഉണ്ട്, അത് കിട്ടി നമുക്ക്. അപ്പൊ അതൊരു കാര്യം കിട്ടി. നെക്സ്റ്റ് നമുക്കൊരു എന്ത് തന്നിട്ടുണ്ട്? നിഫ്റ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തിനാണ് നിഫ്റ്റിയുടെ വാല്യൂയുടെ കാര്യം പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജെൻസൺസ് ആൽഫയുടെ ഒരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു ജെൻസൺസ് ആൽഫയുടെ ഫോർമുല? ജെൻസൺസ് ആൽഫയുടെ ഫോർമുല വളരെ ചെറിയ ഫോർമുലയാണ്. ആക്ച്വൽ റിട്ടേൺ ലെസ് റിട്ടേൺ അണ്ടർ CAPM ആണ്. ആക്ച്വൽ റിട്ടേൺ ലെസ് റിട്ടേൺ അണ്ടർ CAPM. ഓക്കെ, അപ്പോൾ ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഒരു 2 മിനിറ്റ് ഞാൻ തരുന്നു. ആക്ച്വൽ റിട്ടേൺ നമ്മൾ പഠിച്ചതാട്ടോ. ആക്ച്വൽ റിട്ടേൺ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തത് ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 4 or 5 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആക്ച്വൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, ശരിയാവോ ഇല്ലേ എന്നുള്ളത് നോക്കാലോ. എന്നിട്ടൊന്ന് ആൻസർ ടൈപ്പ് ചെയ്യൂ. തെറ്റി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. 2 മിനിറ്റ്. ഇപ്പോൾ 7:59 ആയി. 801 ഞാൻ ഡിസ്കസ് ചെയ്യാം. ആക്ച്വൽ റിട്ടേൺ ടൈപ്പ് ചെയ്യണേ. ആൻസർ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ 2-3 സ്ട്രൈക്ക് അടിക്കേണ്ട ആവശ്യമുള്ളൂ ആക്ച്വൽ റിട്ടേൺ കിട്ടാനേ. യെസ്, രേഷ്മ സുരേഷിന് ആൻസർ കിട്ടി. ആൻസർ കറക്റ്റ് ആണ്. ഒരു മിനിറ്റ് കൂടി. യെസ്, സിജിയുടെ ആൻസർ കറക്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. കാൽക്കുലേറ്റർ ടക്ക് 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 ഇത്രയേ ഉള്ളൂ, കിട്ടി. യെസ്, ഐശ്വര്യയുടെ ആൻസർ കറക്റ്റ് ആണ്. ശരത്തിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഒരു മിനിറ്റും കൂടി ഉണ്ട്. സോനുയുടെ ആൻസർ കറക്റ്റ് ആണ്. ഗോപി കൃഷ്ണൻ കറക്റ്റ് ആണ്. ജസ്റ്റിൻ പോൾ കറക്റ്റ് ആണ്. ഷെറിൻ കറക്റ്റ് ആണ്. ഓക്കെ, 801 ആയി. ഇപ്പൊ ഞാൻ എഴുതുന്നു. യെസ്, സുധീഷ് കറക്റ്റ് ആണ്. നമ്മുടെ ആക്ച്വൽ റിട്ടേൺ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നേ? ആദ്യം നമ്മൾ എന്ത് നോക്കും? ഈ പോർട്ട്ഫോളിയോന്ന് എത്ര റിട്ടേൺ കിട്ടി. പോർട്ട്ഫോളിയോന്ന് നമുക്ക് 2 റിട്ടേൺ ആണ് കിട്ടാറ്. ഒന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ, 2 ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇൻകത്തില് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആവാം, ഡിവിഡൻഡ് ആവാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. ഡിവിഡൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ 2.97 ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് 1.75 ആണ്. അപ്പൊ 2.97 plus 1.75 equal to 4.72 equal to 4.72. അപ്പൊ ഇതാണ് ടോട്ടൽ റിട്ടേൺ. ടോട്ടൽ റിട്ടേൺ. ഇനി എന്ത് കണ്ടുപിടിക്കണം? റിട്ടേൺ എത്രയെന്ന് കണ്ടുപിടിക്കണം. ആക്ച്വൽ റിട്ടേൺ. ആക്ച്വൽ റിട്ടേൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? ടോട്ടൽ റിട്ടേൺ ഉണ്ട് 4.72 ഡിവൈഡഡ് ബൈ, നമ്മൾ എന്തിനോട് ഡിവൈഡ് ചെയ്യും? ഓപ്പണിംഗ് NAV ഇൻറ്റു 100. ഇപ്പൊ ടോട്ടൽ റിട്ടേൺ 4.72
divided by opening NAV 32 into 100. So tuck എന്ന് പറഞ്ഞാൽ 2.97 ഒരു ടക്ക് പ്ലസ് 1.75 തീർന്നു ഡിവൈഡഡ് ബൈ 32 ഇത്രേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇൻറ്റു 100 ഒരു 4 തവണ കാൽക്കുലേറ്ററിൽ അടിക്കേണ്ട ആവശ്യമുള്ളൂ 14.75. അപ്പോൾ ആക്ച്വൽ റിട്ടേൺ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി CAPM റിട്ടേൺ ഒരു പക്ഷേ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. CAPM റിട്ടേൺ ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ട്. ഇത് CAയുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്കും എന്താണെങ്കിലും ഉണ്ടാവും, കാരണം നിങ്ങൾ കോസ്റ്റിംഗിന്റെ പിള്ളേരാണ്, പഠിച്ചിട്ടുണ്ടാവും. മറന്നിട്ടുണ്ടാവും. അപ്പൊ മറന്നിട്ടുണ്ടെങ്കിൽ CAPMന്റെ ഫോർമുല ഞാൻ എഴുതുന്നുണ്ട്. CAPM റിട്ടേണിന്റെ ഫോർമുല അവിടെ ചിലപ്പോൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നത്. ഇവിടെ ആൽഫയും ബീറ്റ ഒന്നും പഠിക്കണ്ട. നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ പഠിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആണ് സർ. ഓക്കെ, അപ്പൊ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഞാൻ ആ പേരുകളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് എന്നേ ഉള്ളൂ. ഫോർമുല സെയിം ആണ്. RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പൊ ഇതിലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. RF എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. അതിനാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? മാർക്കറ്റിന്റെ ഗവൺമെന്റ് ബോണ്ടിന്റെ ഡീറ്റെയിൽ തന്നിരിക്കണേ 6.84 പ്ലസ് ബീറ്റ ബീറ്റയും തന്നിട്ടുണ്ട് 1.46 ഇൻറ്റു RM മാർക്കറ്റിന്റെ റിസ്ക്. ഈ നിഫ്റ്റി ഉണ്ടല്ലോ, നിഫ്റ്റി മാർക്കറ്റാ. അപ്പൊ ഈ മാർക്കറ്റിന്റെ റിസ്ക് ആണ്. മാർക്കറ്റിന്റെ റിസ്ക് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ റിസ്ക്. ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, സോറി. അപ്പോൾ RM തന്നിട്ടുണ്ട് 12 നിഫ്റ്റിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയാൽ മതി 12.13. മാർക്കറ്റ് റിസ്ക് തന്നിട്ടുണ്ട് മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ 6.84. സോ ദിസ് ഇസ് ഈക്വൽ ടു 6.84 പ്ലസ് 12.13 മൈനസ് 6.84 ഇൻറ്റു 1.46 പ്ലസ് 6.84. ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 14.563. 14.56%. അപ്പൊ നമുക്കിനി ജെൻസൺസ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാം. ജെൻസൺസ് ആൽഫ ഈക്വൽ ടു ആക്ച്വൽ റിട്ടേൺ മൈനസ് CAPM റിട്ടേൺ. AR ഞാൻ ആക്ച്വൽ റിട്ടേൺ ആണ്, മൈനസ് CAPM റിട്ടേൺ. Actual return 14.75 minus CAPM return 14.56% equal to 14.75 minus 14.56 equal to 0.18 അല്ലെങ്കിൽ 0.19%. അത്രയേ ഉള്ളൂ. ജെൻസൺസ് ആൽഫ കിട്ടി. CAPM റിട്ടേൺ ഒരുപക്ഷെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കൂ. ഇത്തിരി വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമേ.
PS fund invests exclusively in public sector undertaking. Yielded rupees 4.85 per unit for the year. Reopening NAV was 26.85. Fund has a risk factor of 3.5. data. Ascertain Sharpe ratio and compare fund performance with market performance if risk-free return 6%, return on Sensex is 16%, standard deviation 3.75. രണ്ടാമത്തത് risk-free return 5%, return on Sensex 18%, and standard deviation 4% ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഷാർപ്പ് റേഷ്യോ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ ഇൻഫോർമേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം അറിയേണ്ടത് ഷാർപ്പ് റേഷ്യോയുടെ ഫോർമുല എന്താണെന്നാണ്. അപ്പൊ ഫോർമുല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ട ഡാറ്റ പിക്ക് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതെല്ലാം എക്സാമിനേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷനിലും വൃത്തിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷനിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷാർപ്പ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ഷാർപ്പ് റേഷ്യോ ഈക്വൽ ടു ഫോർമുല RP മൈനസ് RF ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ വേണം. ഓക്കെ, റിട്ടേൺ റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടുണ്ടോ? റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ തന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടുണ്ട് 6% ആണ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുക? അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ. അപ്പോൾ വർക്കിംഗ് നോട്ട് ആയിട്ട് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യൂ. വർക്കിംഗ് നോട്ട് ഫസ്റ്റ് വർക്കിംഗ് നോട്ട് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ഇപ്പൊ ചെയ്തേ ഉള്ളേ. റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട്. റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ. അപ്പോൾ റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ഫസ്റ്റ് ഡിവിഡൻഡ് എക്സ്ക്ലൂസീവ്ലി അണ്ടർടേക്കിംഗ് yielded 4.85 per unit. ഓക്കെ, അപ്പൊ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ yield കിട്ടിയിരിക്കുന്നത് 4.85 ആണ്, ഈക്വൽ ടു 4.85. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആവാം, ഡിവിഡൻഡ് ആവാം, എന്തും ആവാം. yield റിട്ടേൺ നമുക്ക് 4.85 കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു ഓപ്പണിംഗ് NAV? 26.85 into 100. So 4.85 divided by 26.85%, 18.06 ആണ്. ഓക്കെ, 18.06. അപ്പൊ ഫസ്റ്റ് ആ ഫണ്ടിന്റെ കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അസർട്ടൈൻ ഷാർപ്പ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഷാർപ്പ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. RP റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ 18.06 മൈനസ് RF റിസ്ക് ഫ്രീ റിട്ടേൺ 6. ഫസ്റ്റ് കേസ് 6 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫസ്റ്റ് കേസിൽ സ്റ്റാൻഡേർഡ് ഫണ്ട് ഹാസ് എ റിസ്ക് ഫാക്ടർ ഓഫ് 3.5. ഇപ്പൊ റിസ്ക് ഫണ്ടിന്റെ റിസ്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ 3.5. ഇവിടെ ഉണ്ട് 3.5. ഓക്കെ, അപ്പോ 18.06 minus 6 divided by 3.5 equal to 3.445. 3.45. നെക്സ്റ്റ്. അപ്പൊ ചില സ്റ്റുഡൻസ് ചോദിക്കും, സർ ഞാൻ അടുത്ത ഒരു കേസ് കൂടി എടുക്കുന്നുണ്ട്. ആദ്യത്തെ കേസാണിത്, ഷാർപ്പ് റേഷ്യോ ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കൂടി ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിലോട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
രണ്ടാമത്തതിന്റെ ഷാർപ്പ് റേഷ്യോ. റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യില്ല, 18.06 ആണ്. മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് 5 ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിവൈഡഡ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഡിവൈഡഡ് ബൈ ഞാൻ എപ്പോഴും 3.5 ആണ് എടുക്കുന്നത്. അപ്പോൾ 18.06 റിസ്ക് ഫ്രീ റിട്ടേൺ ഞാൻ 5 ആക്കി, മൈനസ് 5 ഡിവൈഡഡ് ബൈ അപ്പോഴും ഞാൻ എടുക്കുന്നത് 3.5 ആണ്, ഈക്വൽ ടു 3.73. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, റിസ്ക് ഫ്രീ റിട്ടേൺ ഇവിടെ 6 ആയിരുന്നു, അപ്പൊ ഞാൻ ഇവിടെയും 6 എടുത്തു. രണ്ടാമത്തെ കേസിൽ 5 ആയിരുന്നു, അപ്പോൾ രണ്ടാമത്തെ കേസിലും RF ഞാൻ 5 എടുത്തു. പക്ഷെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ 3.75 തന്നിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 തന്നിട്ടുണ്ട്, അത് രണ്ടും ഞാൻ കൺസിഡർ ചെയ്യാതെ ഞാൻ ഏത് മാത്രം കൺസിഡർ ചെയ്തത്, ഈ 3.5 മാത്രം കൺസിഡർ ചെയ്തത്. ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഞാൻ 3.5 എടുത്തത്? 3.75ഉം 4ഉം ഞാൻ നോക്കിയത് പോലും ഇല്ല. വൈ? ഇവിടെ കുറെ ഡാറ്റ തന്നിട്ടുണ്ട്, ആ ഡാറ്റ എന്തൊക്കെയാണെന്നുള്ള അറിയാനാണ് ഇമ്പോർട്ടൻസ്. പറഞ്ഞേ, എന്തുകൊണ്ട് ഞാൻ അത് എടുത്തില്ല? സാർ അത് സെൻസെക്സ് ഇൻഡെക്സിന്റെ ഇൻഡെക്സിലുള്ള റിസ്ക് അല്ല സാർ? യെസ്, അതാണ് കറക്റ്റ് ആൻസർ. ഈ പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, റിസ്ക് ഫ്രീ റിട്ടേൺ 6%, ഇഫ് റിട്ടേൺ ഓൺ സെൻസെക്സ് ഇസ് 16 വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 3.75. ഇത് എന്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത്? മാർക്കറ്റിന്റെ റിസ്ക് ആ തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. ഷാർപ്പ് റേഷ്യോയില് നമുക്ക് എന്ത് നോക്കണ്ട? മാർക്കറ്റ് അല്ല, ഷാർപ്പ് റേഷ്യോയില് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? 3.5 എടുത്തത്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. പിന്നെ RF ചേഞ്ച് ചെയ്യുന്നുണ്ട്, 6 ആവുന്നുണ്ട്, 5 ആവുന്നുണ്ട്, ആ ചേഞ്ച് വരുത്തി. അപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ശ്രദ്ധിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ ചോദിച്ചത് അസേർട്ടൈൻ ഷാർപ്പ് റേഷ്യോ. ഇപ്പൊ നമ്മൾ ഷാർപ്പ് റേഷ്യോ അസേർട്ടൈൻ ചെയ്തു, ഫണ്ടിന്റെ റേഷ്യോ അസേർട്ടൈൻ ചെയ്തു. പിന്നെ നമ്മളോട് ചോദിക്കുന്ന അടുത്തൊരു കാര്യം കൂടി ഉണ്ട്, ആൻഡ് കമ്പയർ ഫണ്ട് പെർഫോമൻസ് വിത്ത് മാർക്കറ്റ് പെർഫോമൻസ്. നമ്മുടെ ഈ ഫണ്ടിന്റെ പെർഫോമൻസ് എന്തിനോട് കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്? മാർക്കറ്റിനോട്. ഷാർപ്പ് റേഷ്യോന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പഠിച്ചത്, ഷാർപ്പ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് 3.45 ആണ്, ഇത് 3.73 ആണ്. ആണോ? ഓക്കെ. എന്താ ഇതുകൊണ്ട് കാര്യം? ഇതുകൊണ്ടൊരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കമ്പയർ ചെയ്യാൻ വേറൊരാളും കൂടി വേണം. ഒന്നെങ്കിൽ വേറൊരു പോർട്ട്ഫോളിയോനോട് കമ്പയർ ചെയ്യണം, നമ്മുടെ മാർക്ക് വേറൊരാളുടെ മാർക്ക് കൂടി കമ്പയർ ചെയ്യണം, അപ്പോഴേ കമ്പാരിസൺ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് വേണം. അപ്പൊ ഇവിടെ നമ്മളോട് എന്താ കമ്പയർ ചെയ്യാൻ പറയുന്നത്? മാർക്കറ്റിനോട് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ, ഷാർപ്പ് റേഷ്യോ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഫണ്ടിന്റെ ആണ്. എന്തായിരുന്നു ഫണ്ടിന്റെ പേര്? PS ഫണ്ടിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കിയത്. PS ഫണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്, മാർക്കറ്റിന്റെ പെർഫോമൻസ് കൂടി ചോദിക്കുന്നുണ്ട്. മാർക്കറ്റിന്റെ പെർഫോമൻസ്, ഷാർപ്പ് മാർക്കറ്റിന്റെ പെർഫോമൻസ് അല്ല, അതിനോട് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിന്റെ, ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇത് ഷാർപ്പ് റേഷ്യോ 4 നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PS ഫണ്ടാണ്. ഇതും ഷാർപ്പ് റേഷ്യോ 4 PS ഫണ്ടാണ്, രണ്ട് സിറ്റുവേഷൻ. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഷാർപ്പ് റേഷ്യോ ഫോർ മാർക്കറ്റ്. ഓക്കെ, അങ്ങനെ റേഷ്യോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക? RP ആണ്. എന്താ RP എന്ന് പറഞ്ഞാൽ? റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ആ RP ഒന്ന് വെട്ടിയിട്ട് എന്താക്കിയാൽ മതി? RM ആക്കിയാൽ മതി. മാർക്കറ്റിൻ്റെതാകുമ്പോ RM ആക്കിയാൽ മതി. റിട്ടേൺ ഓഫ് മാർക്കറ്റ് മൈനസ് RF, റിസ്ക് ഫ്രീ റിട്ടേൺ, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്നുള്ളത് എന്താക്കിയാൽ മതി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ആക്കിയാൽ മതി, മാർക്കറ്റിന്റെ റിസ്ക്. അപ്പൊ ഫസ്റ്റ് കേസിൽ RM എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് മാർക്കറ്റ്, അതിനാണ് അവര് രണ്ടാമത്തത് പറയുന്നത്. റിസ്ക് ഫ്രീ റിട്ടേൺ 6ഉം റിട്ടേൺ ഓൺ സെൻസെക്സ് മാർക്കറ്റ് 16 മൈനസ് 16% അല്ലെങ്കിൽ 16 മൈനസ് RF തന്നിട്ടുണ്ട് 6 ആണ്, ഡിവൈഡഡ് ബൈ മാർക്കറ്റിന്റെ റിസ്ക്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് 3.75. ഇത് ഫസ്റ്റ് വൺ.
സെക്കൻഡ് വൺ ഈക്വൽ ടു സെക്കൻഡ് വണ്ണിന്റെ പറയുന്നത് റിട്ടേൺ ഓൺ സെൻസെക്സ് 18 ആണ്. സോ 18 മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ സെക്കൻഡ് വൺ 5 ആണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് 4%. ഓക്കെ, അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത്? 10 ഡിവൈഡഡ് ബൈ 3.75 2.67. സെക്കൻഡ് വൺ 13 ഡിവൈഡഡ് ബൈ 4 3.25. അപ്പൊ നമുക്ക് ഇനി കമ്പയർ ചെയ്യാൻ പറ്റും. ആദ്യത്തത് ചെറിയൊരു മിസ്റ്റേക്ക് എവിടെ ഉണ്ട് തോന്നുന്നു, ഇല്ല. ഓക്കെ, 3.45 ഫസ്റ്റ് വൺ 3.45 മാർക്കറ്റ് 2.67 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വൺ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോമൻസ് കൂടുതലാണ്. സെക്കൻഡ് ഫണ്ടോ 3.73 മാർക്കറ്റ് 3.25 ആണ്. അപ്പൊ രണ്ട് കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ PS ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫണ്ടിലേറെ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ പെർഫോമൻസിലേറെ ഔട്ട്ഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് കേസിൽ 2.6 ആണ് മാർക്കറ്റിന്റെ പെർഫോമൻസ്. ഷാർപ്പ് റേഷ്യോയിൽ ഫസ്റ്റ് കേസിൽ PS ഫണ്ട് 3.45 ആണ്, മാർക്കറ്റിലേറെ പെർഫോം ചെയ്തു. സെക്കൻഡ് വൺ മാർക്കറ്റിൽ 3.25 ആണ് പെർഫോമൻസ്, PS ഫണ്ട് 3.73 ആണ്. അപ്പൊ നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ഫസ്റ്റ് പറഞ്ഞ അസർട്ടൈൻ ഷാർപ്പ് റേഷ്യോ ചെയ്തു ആൻഡ് കമ്പയർ ഫണ്ട് പെർഫോമൻസ് വിത്ത് മാർക്കറ്റ് പെർഫോമൻസ്. ഇനി കമ്പയർ ചെയ്യണം, കമ്പാരിസൺ. അത് മറക്കരുത്, ക്വസ്റ്റ്യൻ ലാസ്റ്റ് മറക്കരുത്. കാൽക്കുലേഷൻ മാത്രമല്ല, വെറുതെ കിട്ടുന്ന ഒരു മാർക്ക് ഉണ്ട്, കളയരുത്. കമ്പാരിസൺ അല്ലെങ്കിൽ കൺക്ലൂഷൻ ഒക്കെ. നമ്മുടെ കൺക്ലൂഷൻ എന്താ? PS ഫണ്ട് ഈസ് പെർഫോമിംഗ് മോർ ദാൻ ദി മാർക്കറ്റ്, അല്ലെങ്കിൽ PS ഫണ്ട് ഹാസ് ഔട്ട് പെർഫോം ദി മാർക്കറ്റ്, അല്ലെങ്കിൽ ഈസ് പെർഫോമിംഗ് മോർ ദാൻ ദ മാർക്കറ്റ്, has outperformed the market. ഓക്കെ, ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് നമ്മുടെ മനോരമയുടെ ഒരു എന്താ പറയാ മാസികയെ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, സമ്പാദ്യം എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട്. വാങ്ങിക്കാറുണ്ടോ? ഒരു പക്ഷേ ഉണ്ടാവില്ല. അപ്പൊ ഈ സമ്പാദ്യം മാസികയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ കാണും കുറെ ആളുകൾ ഇങ്ങനെ എഴുതി ചോദിക്കും, എനിക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ SBIയുടെ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപമുണ്ട്, എനിക്ക് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ അല്ലെങ്കിൽ ICICIയുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര യൂണിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര SIP ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര എനിക്ക് എമൗണ്ട് ഉണ്ട്, ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട് കണ്ടിന്യൂ ചെയ്യണോ അതോ വിൽക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരെല്ലാം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആ മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ എടുക്കും, എന്നിട്ട് അത് എന്തിനോട് കമ്പയർ ചെയ്യും? മാർക്കറ്റിലെ റിട്ടേണിനോട് കമ്പയർ ചെയ്യും. അവർ ആ മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ എടുക്കും, എന്നിട്ട് മാർക്കറ്റിന്റെ റിട്ടേണോട് കമ്പയർ ചെയ്തിട്ട് പറയും മാർക്കറ്റിന്റെ റിട്ടേൺ ഇത്രയാണ്, അപ്പൊ ഇത് കൂടുതൽ നന്നായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ തുടർന്നോളൂ, അല്ലെങ്കിൽ മോശമാണ്, ഇതൊന്ന് പുറത്തോട്ട് പൊക്കോളൂ. ആ ഒരു കമ്പാരിസൺ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കമ്പാരിസൺ ഒക്കെ അവർ യൂസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഈ ഷാർപ്പ് റേഷ്യോ കാര്യങ്ങളാണ്. അത് ഷാർപ്പ് റേഷ്യോ, ട്രെനറുടെ റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം ആളുകൾ പേടിക്കും, സാധാരണക്കാരൻ പേടിക്കും. അപ്പൊ എന്ത് പറയും? ഈ പെർസെന്റേജ് പറയും. ഈ പെർസെന്റേജ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓക്കെ ശരി. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് കമ്പയർ ചെയ്യും? രണ്ടോ മൂന്നോ ആ സെയിം കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. പിന്നെ എന്താ പറയാ, റിലയൻസിന് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും, ICICIക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും, HDFCക്ക് ഉണ്ടാവും, SBIക്ക് ഉണ്ടാവും, സെയിം കാറ്റഗറി മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. ഇവർ തമ്മിലോട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് പറയും ഇതിന്റെ റിട്ടേൺ കൂടുതലാണ് എന്നൊക്കെ പറയും. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഫൈനാൻഷ്യൽ പ്ലാനറോട് ചോദിക്കുമ്പോൾ ആള് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ. അപ്പോൾ വെറുതെ കുറെ കാൽക്കുലേഷൻസ് പഠിക്കുകയല്ല, ആക്ച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് ഭാവിയിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷെ അപ്പൊ ഒരു കാര്യം പറഞ്ഞേക്കാം, അപ്പൊ ഇതിനൊന്നും നമ്മൾ മെനക്കെടില്ല, കാരണം നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് മടുത്തിരിക്കുകയായിരിക്കും. അപ്പൊ പിന്നെ വീണ്ടും കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതൊന്നും നോക്കില്ല. നിങ്ങൾ വെറുതെ എന്ത് ചെയ്യാൻ മതി? ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഗൂഗിള് ആൻസർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഒരു പക്ഷേ ഇത് ഫുൾ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കും. മ്യൂച്വൽ ഫണ്ട് ABCDE റിട്ടേൺ തന്നിട്ടുണ്ട്
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, ബീറ്റയും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ഷാർപ്പ് റേഷ്യോ ആൻഡ് ട്രെനർ റേഷ്യോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് റാങ്ക് ദീസ് ഫണ്ട് അസ്യൂമിങ് റിസ്ക് ഫ്രീ റേറ്റ്. ഇത് ആക്ച്വലി 16 മാർക്കിന് ചോദിച്ചതാണ്. എന്നാന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. 2018 ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ 2020 ഡിസംബറിൽ എഴുതാൻ പോകുന്ന പിള്ളേരാണ്. ഒരു 4 അറ്റംപ്റ്റ് മുമ്പ്, 4 പോലും ഇല്ല, ഒരു അറ്റംപ്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഡിസംബറിലാണ്, ഇതിന്റെ മുമ്പ് ജൂൺ 2020, ആ അറ്റംപ്റ്റ് ഇല്ല. ഒരു 2 or 3 അറ്റംപ്റ്റ് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 16 മാർക്കിന്. അപ്പൊ ആദ്യം ചോദിച്ചത് കമ്പ്യൂട്ട് ഷാർപ്പ് റേഷ്യോ ആൻഡ് ട്രെനേഴ്സ് റേഷ്യോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ആൻഡ് റാങ്ക് ദിസ് ഫണ്ട്, അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് ചോദിച്ചത് കമ്പ്യൂട്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, എന്താ ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് വരാം. ബീറ്റ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ, എനിവേ, പിന്നെ എന്ത് ചോദിക്കുന്നു, വിച്ച് 2 മെഷേഴ്സ് ഇൻ 1 ഈസ് മോർ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് റേഷ്യോ ആണോ ബെറ്റർ അതോ ട്രെനേഴ്സ് റേഷ്യോ ആണോ ബെറ്റർ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്, അസ്യൂമിംഗ് ദാറ്റ് റിസ്ക് ഫ്രീ റേറ്റ് ഈസ് നോട്ട് നോൺ, വുഡ് യു സ്റ്റിൽ ബി ഏബിൾ ടു റാങ്ക് ഫണ്ട്സ് യൂസിങ് ഷാർപ്പ് ആൻഡ് ട്രെനേഴ്സ് റേഷ്യോ? വൈ? റിസ്ക് ഫ്രീ റിട്ടേൺ അറിയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഷാർപ്പ് റേഷ്യോയും അതേപോലെ ട്രെനേഴ്സ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ? ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് 16 മാർക്കിന് ചോദിച്ചത്. അപ്പൊ ഫസ്റ്റ് വൺ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. ഷാർപ്പ് റേഷ്യോ, ട്രെനേഴ്സ് റേഷ്യോ. മറ്റേത് വേണമെങ്കിൽ ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യൂ. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഷാർപ്പ് റേഷ്യോ. ഷാർപ്പ് റേഷ്യോ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഫോർമുലയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. RP 15 minus RF 6 divided by standard deviation 7. അപ്പോൾ ഇതിന്റെ ഷാർപ്പ് 1.2856. ട്രെയിനേഴ്സ് റേഷ്യോ ഞാൻ ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ 15 മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7, സോറി, റിട്ടേൺ 15 മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് 6 ഡിവൈഡഡ് ബൈ ബീറ്റ 1.25, 7.2 ട്രെയിനർ. ഇതെങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ്, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ 18 മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് 6 divided by standard deviation 10 equal to 1.2. Next, 14 return of portfolio minus risk free return 6 divided by 5, 1.6. Next, 12 minus 6 divided by 6 equal to 1. And last one, 16 minus 10, sorry, 16 minus 6 is 10 divided by 9, 1.11111. Okay. Trainer return of portfolio, second one B, 18 minus risk-free return 6 divided by beta 0.75 equal to 16. Second one, 14 return minus risk-free return R
divided by beta 1.4 equal to 5.72. 71. Next one, 12 minus 6 divided by 0.98 equal to 6.12. And last one, 16 minus 6 divided by 1.5 equal to 6.66667. Okay. So sharp ratio and trainers ratio and. But we will compute sharp ratio. First one 1.286, 1.2, 1.6, 1, 1.1. Sharp pragaram rank cheyan baranju. So sharp pragaram rank cheyana. First rank mutual fund A, second rank first rank mutual fund C, second rank mutual fund A, third rank, fourth rank, fifth rank. Trainers ratio first rank B kana, second rank E kana, second rank A kana, third rank E, fourth rank and fifth rank. But ranking aga mari. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മാത്രമേ രണ്ടിന്റെയും റാങ്ക് സെയിം ആയിട്ടുള്ളായിരുന്നു. രണ്ടും അപ്പോൾ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിരുന്നു. ഇത് രണ്ട് പ്രകാരം രണ്ട് റാങ്കിങ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഷാർപ്പ് റേഷ്യോ കംപ്ലീറ്റ് ചെയ്തു, കമ്പ്യൂട്ട് ചെയ്തു, ട്രെയിനേഴ്സ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തു, ആ ഫണ്ട് റാങ്കും ചെയ്തു. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയും. വിച്ച് ടു ഓഫ് ദി മെഷേഴ്സ് ഇസ് മോർ അപ്രോപ്രിയേറ്റ്? ഏതാണ് മോർ അപ്രോപ്രിയേറ്റ്? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? സർ ട്രേറ്റേഴ്സ്. പറ. ട്രേറ്റേഴ്സ് സർ. ട്രെയിനേഴ്സ്. ഓക്കെ. ട്രെയിനേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് പറയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ട്രെയിനർ. ഓക്കെ, ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം എനിക്ക് സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും എടുത്താലേ ട്രെയിനർ മെത്തേഡ് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ 8:29 ആയി, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടിന്യൂ ചെയ്യും? ഇതിൽ ചെറിയൊരു പോർഷൻ ബാക്കിയുണ്ട്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അതിന്റെ ബേസിസിലാണ് നമ്മളുടെ ആൻസർ ചോദിക്കുന്നത്. പിന്നെ റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിന്റെ ക്ലാസ്, 10-15 മിനിറ്റിന്റെ ക്ലാസ് വേണ്ടി വരും. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഇനി ഫ്രൈഡേ ആയിരിക്കും. അപ്പൊ ഇതിന്റെ തിയറി പാർട്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ തിയറി പാർട്ട് മിക്കവാറും ഞാനും അതേപോലെ തന്നെ നിങ്ങളുടെ ശ്രീലക്ഷ്മി മാമും ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം തിയറി പാർട്ട് ഒന്നാമത് നമ്മൾ ഫുൾ ക്ലാസ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തിയറി അങ്ങനെ പറയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കുന്നു. തിയറി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട് നിങ്ങൾക്ക് തരും. ആ തിയറി പഠിക്കേണ്ട തിയറിയുടെ നോട്ട് തരും. സമയം ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു എൻ്റെ ഒരു യൂട്യൂബിൽ ഞാൻ ആ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ സമയം പോലെ നിങ്ങൾ കണ്ടാൽ മതി. അത് സമയം പോലെ കണ്ടാൽ മതി എന്ന് പറയാൻ കാരണം തിയറി വായിക്കുക. തിയറി വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ തിയറി വായിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യണ്ട, ആ സമയം വേസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ ആയി, ഒക്ടോബർ ആയി എന്ന് പറയാം. ഒക്ടോബർ, നവംബർ 2 മാസേ ഉള്ളൂ. അപ്പൊ അത് മാക്സിമം സമയം യൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ കാണാം, സെയിം ടൈം. മ്യൂച്വൽ ഫണ്ട് ഒരു 2 ക്ലാസ്സും കൂടി നമുക്ക് വേണ്ടി വരും. ടോട്ടൽ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ 4-5 ചെയ്തു, പിന്നീട് 4-5, പിന്നീട് 4-5. മിക്കവാറും നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ അതിന്റെ അടുത്ത ക്ലാസ്സോട് കൂടി മ്യൂച്വൽ ഫണ്ടിന്റെ ടോപ്പിക് നമ്മൾ തീരും. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. താങ്ക് യു എവ്രിവൺ.